സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ജനറൽ സ്റ്റഡീസ്. അതിലെ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വരുന്നത്, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ ബ്രിട്ടീഷ് റൂൾ ഓഫ് ലോസ് ഹെൽപ്പ് ടു ഇംപ്രൂവ്മെൻറ്റ് വുമൺ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സാമൂഹികവും നിയമപരവുമായ നിരവധി മാറ്റങ്ങൾ, നിരവധി ബുദ്ധിമുട്ടുകൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചില നിയമങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് സഹായിച്ചെങ്കിലും അവയുടെ സ്വാധീനം സങ്കീർണമായിരുന്നു. അതായത് സ്ത്രീകളുടെ ഉന്നമനം ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിയമങ്ങളായിരുന്നെങ്കിലും അവ സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സതി നിരോധനം. 1829 സതി നിരോധനം നടന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായിരുന്നു ഇത്. രാജാറാം മോഹൻ റോയിയുടെ ശക്തമായ ഇടപെടലിലൂടെ വില്യം ബെന്റിക് പ്രഭു നടപ്പിലാക്കിയ ഈ നിയമം വിധവകളെ ഭർത്താവിൻ്റെ ചിതയിൽ ജീവനോടെ ദഹിപ്പിക്കുന്ന ക്രൂരമായ ആചാരം അവസാനിപ്പിച്ചു. ഇത് സ്ത്രീകളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇനി വിധവാ പുനർവിവാഹ നിയമം 1856 നിലവിൽ വന്നു. ഈ നിയമപ്രകാരം വിധവകൾക്ക് പുനർവിവാഹം നടത്താനുള്ള അവകാശം ലഭിച്ചു. പരമ്പരാഗതമായി വിധവകൾ ഒറ്റപ്പെടുകയും അവഗണന നേരിടുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ ഈ നിയമം വലിയൊരു മാറ്റം കൊണ്ടുവന്നു. എങ്കിലും സമൂഹത്തിലെ യാഥാസ്ഥിക മനോഭാവം കാരണം ഈ നിയമം പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇനി പ്രായസമ്മത നിയമം 1891 ബാലവിവാഹം തടയുന്നതിനും ശൈശവ വിവാഹങ്ങളുടെ പ്രായപരിധി ഉയർത്തുന്നതിനും ഈ ഒരു നിയമം ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു. ഇത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഒഴിവാക്കുന്നതിനും സഹായിച്ച ഒരു പ്രധാനപ്പെട്ട നിയമമായിരുന്നു. എന്നിരുന്നാലും ഈ നിയമം ഗ്രാമീണ മേഖലകളിൽ വേണ്ടത്ര ഫലപ്രദമായിരുന്നില്ല. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു. ബ്രിട്ടീഷ് ഭരണകൂടം മിഷണറി സംഘടനകളുമായിട്ട് ചേർന്ന് സ്ത്രീ വിദ്യാഭ്യാസത്തിന് ചില ശ്രമങ്ങൾ നടത്തി. എങ്കിലും സ്ത്രീകളെ വീടിനുള്ളിൽ ഒതുക്കി നിർത്താനുള്ള സമൂഹത്തിൻ്റെ മനോഭാവം ഈ ശ്രമങ്ങൾക്കൊരു തടസ്സമായിട്ട് മാറി. ഇനി നിയമങ്ങളുടെ പരിമിതികൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് നിയമങ്ങൾ പലപ്പോഴും ഉയർന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ഗുണം ചെയ്തിരുന്നത്. ദളിത് സ്ത്രീകൾക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലെ സ്ത്രീകൾക്കും ഈ നിയമങ്ങളുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് നിയമങ്ങൾ പലപ്പോഴും സമൂഹത്തിൻ്റെ യാഥാസ്ഥിക മനോഭാവത്തെ മാറ്റാൻ പറ്റുന്നതായിരുന്നില്ല. നിയമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സാമൂഹികമായ മാറ്റങ്ങൾ വളരെ പതുക്കെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഭരണകൂടം സ്ത്രീകളുടെ അവകാശങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അവരുടെ ഭരണപരമായ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ മാത്രമാണ് അവർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്തെ നിയമങ്ങൾ സ്ത്രീകളുടെ ജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിലും അവയുടെ സ്വാധീനം പരിമിതമായിരുന്നു. സാമൂഹികമായ മാറ്റങ്ങൾ വളരെ പതുക്കെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഭരണകൂടം സ്ത്രീകളുടെ അവകാശങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നിരുന്നാലും ഈ നിയമങ്ങൾ ഇന്ത്യയിലെ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും പിൽക്കാലത്ത് സ്ത്രീകളുടെ ഉന്നമനത്തിന് അടിത്തറവാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്കസ് ദ നാച്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ത്രൂ ഏജസ്. കാലാകാലങ്ങളായി ഇന്ത്യൻ സമൂഹത്തിൻ്റെ സ്വഭാവം സങ്കീർണവും വൈവിധ്യപൂർണവുമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രത്തിൽ ഇന്ത്യൻ സമൂഹം നിരവധി മാറ്റങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നിരുന്നാലും ചില അടിസ്ഥാന സ്വഭാവങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ജാതി വ്യവസ്ഥ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പ്രധാന സ്വഭാവമാണ്. ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനം ഇപ്പോഴും പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. ജാതി വ്യവസ്ഥ സമൂഹത്തിൽ അസമത്വവും അനീതിയും സൃഷ്ടിച്ചിട്ടുണ്ട്. മതപരമായ വൈവിധ്യം ഇന്ത്യൻ സമൂഹത്തിൻ്റെ മറ്റൊരു പ്രധാന സ്വഭാവമാണ്. ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, സിഖ്, ബുദ്ധ, ജൈന മതങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ മതങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് ഇന്ത്യൻ സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. കുടുംബം വ്യക്തികളുടെ സാമൂഹിക ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പരമ്പരാഗതമായി കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. എന്നിരുന്നാലും നഗരവൽക്കരണവും ആധുനികവൽക്കരണവും കാരണം ഒറ്റ കുടുംബങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷിയെ ആശ്രയിച്ചുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. ഗ്രാമങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റുകളാണ്. എന്നിരുന്നാലും നഗരവൽക്കരണം കാരണം നഗരങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു. ഇന്ത്യൻ സമൂഹത്തിൽ ഭാഷാപരമായ വൈവിധ്യം നിലനിന്നു. നിരവധി ഭാഷകളും ഉപഭാഷകളും ഇന്ത്യയിൽ വളർന്നു വന്നു. ഇന്ത്യൻ സമൂഹം ഒരു പുരുഷാധിപത്യ സമൂഹമാണ്. സ്ത്രീകൾക്ക് പലപ്പോഴും പുരുഷന്മാരെ അപേക്ഷിച്ച് കുറഞ്ഞ അവകാശങ്ങളും അവസരങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരവധി പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആധുനികവൽക്കരണം ഇന്ത്യൻ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും പരമ്പരാഗത മൂല്യങ്ങളും ആധുനിക മൂല്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യൻ സമൂഹം വൈവിധ്യപൂർണ്ണവും സങ്കീർണവുമാണ്. ജാതി, മതം, ഭാഷ, കുടുംബ ബന്ധങ്ങൾ എന്നിവ ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രധാന സ്വഭാവങ്ങളാണ്.
ആധുനികവൽക്കരണം ഇന്ത്യൻ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും പരമ്പരാഗത മൂല്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ ഇംപ്രൂവ്മെന്റ് ഓഫ് വുമൺ ലിറ്ററസി ഇൻ മോഡേൺ ഇന്ത്യ. ആധുനിക ഇന്ത്യയിൽ സ്ത്രീ സാക്ഷരതയിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരം സ്ത്രീ സാക്ഷരതയിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും പുരുഷന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ത്രീ സാക്ഷരത ഇപ്പോഴും കുറവ് തന്നെയാണ്. സർക്കാർ നിരവധി പദ്ധതികൾ സ്ത്രീ സാക്ഷരത വർദ്ധിപ്പിക്കാനായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. സർവ്വശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഈ പദ്ധതികൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നു. പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിനും സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. സ്ത്രീ സാക്ഷരത വർദ്ധിപ്പിക്കുന്നതിൽ NGOകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനും അവരെ ബോധവൽക്കരിക്കുന്നതിനും NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീ സാക്ഷരത വർദ്ധിപ്പിക്കുന്നതിൽ മാധ്യമങ്ങളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മാധ്യമങ്ങൾ അവബോധം സൃഷ്ടിക്കുന്നുണ്ട്. സ്ത്രീ സാക്ഷരത വർദ്ധിപ്പിക്കുന്നതിൽ ചില വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ദാരിദ്ര്യം, സാമൂഹികമായ എതിർപ്പുകൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവ ഇതിൽ പെടുന്നുണ്ട്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പലപ്പോഴും കുടുംബങ്ങൾ അവഗണിക്കാറുണ്ട്. പെൺകുട്ടികൾക്ക് സ്കൂളുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്നിരുന്നാലും സ്ത്രീ സാക്ഷരതയിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നു. സ്ത്രീ സാക്ഷരത വർദ്ധിക്കുന്നത് സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നു. സ്ത്രീ സാക്ഷരത വർദ്ധിക്കുന്നത് സമൂഹത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ചുരുക്കത്തിൽ ആധുനിക ഇന്ത്യയിൽ സ്ത്രീ സാക്ഷരതയിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. സർക്കാർ, NGOകൾ, മാധ്യമങ്ങൾ എന്നിവ സ്ത്രീ സാക്ഷരത വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചില വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവാലുവേറ്റ് ദ റൈറ്റിംഗ്സ് ഓഫ് ഗായത്രി ചക്രവർത്തി സ്പിവാക് ഓൺ വുമൺ. ഗായത്രി ചക്രവർത്തി സ്പിവാക്കിൻ്റെ സ്ത്രീകളെക്കുറിച്ചുള്ള എഴുത്തുകൾ പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസ്റ്റ് ചിന്തകളിൽ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ ഒന്നാണ്. സ്പിവാക്ക് പ്രധാനമായും 3 വിഷയങ്ങളാണ് തൻ്റെ എഴുത്തുകളിൽ പറയുന്നത്. കൊളോണിയൽ സ്ത്രീകളുടെ അവസ്ഥ, പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ ശബ്ദം, പാശ്ചാത്യ ഫെമിനിസത്തിന്റെ പരിമിതികൾ എന്നിവയാണ് അവ. കൊളോണിയൽ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് സ്പിവാക്ക് പറയുന്നുണ്ട്. കൊളോണിയൽ സ്ത്രീകൾക്ക് ശബ്ദമില്ലെന്നും അവർ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരാണെന്നും സ്പിവാക്ക് വാദിക്കുന്നുണ്ട്. കൊളോണിയൽ സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേദികളില്ല. പ്രാന്തവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ ശബ്ദത്തെക്കുറിച്ച് സ്പിവാക്ക് എഴുതുന്നുണ്ട്. ദളിത്, ആദിവാസി സ്ത്രീകളെ പോലുള്ള പ്രാന്തവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേദികളില്ല. പാശ്ചാത്യ ഫെമിനിസം സാർവത്രികമല്ലെന്നും അത് പാശ്ചാത്യ സ്ത്രീകളുടെ പ്രശ്നം മാത്രമാണെന്നും അവർ പറയുന്നുണ്ട്. ക്യാൻ ദി സബാൾട്ടൻ സ്പീക്ക് എന്ന ലേഖനത്തിൽ സ്പിവാക്ക് കൊളോണിയൽ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ലേഖനം പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസ്റ്റ് ചിന്തകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്പിവാക്കിൻ്റെ എഴുത്തുകൾ സ്ത്രീകളെക്കുറിച്ചുള്ള ചിന്തകളിൽ പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്നുണ്ട്. സ്പിവാക്കിൻ്റെ എഴുത്തുകൾ പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. സ്പിവാക്കിൻ്റെ ചിന്തകൾ പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നിരുന്നാലും സ്പിവാക്കിൻ്റെ എഴുത്തുകൾ സ്ത്രീകളെക്കുറിച്ചുള്ള ചിന്തകളിൽ പുതിയ ദിശകൾ നൽകുന്ന ഒന്നായിരുന്നു. ഡിസ്കസ് ദ കീ ടെർമിനോളജീസ് ആൻഡ് കൺസെപ്റ്റ്സ് ഓഫ് ജെൻഡർ. ലിംഗഭേദം എന്നത് സാമൂഹികമായി നിർമ്മിക്കപ്പെട്ട ഒരു ആശയമാണ്. ജൈവികമായ ലൈംഗികതയിൽ നിന്നും വ്യത്യസ്തമായി ലിംഗഭേദം എന്നത് പുരുഷൻ, സ്ത്രീ എന്നീ സാമൂഹിക വിഭാഗങ്ങളെ നിർവചിക്കുന്ന സാംസ്കാരികവും സാമൂഹികവുമായ ഘടകങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ലിംഗഭേദവുമായി ബന്ധപ്പെട്ട ചില പ്രധാന പദാവലികളും ആശയങ്ങളും താഴെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ലിംഗഭേദം, സാമൂഹികമായി നിർമ്മിക്കപ്പെട്ട പുരുഷൻ, സ്ത്രീ എന്നീ ആശയങ്ങൾ, വസ്ത്രധാരണം, തൊഴിൽ, പെരുമാറ്റം, സാമൂഹിക പങ്ക് ഇവയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ലൈംഗികത അഥവാ സെക്സ് എന്ന് പറഞ്ഞാൽ ജൈവികമായ പുരുഷൻ, സ്ത്രീ എന്നീ ആശയങ്ങൾ. ഇത് ജനിതകവും ശാരീരികവുമായ വ്യത്യാസങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. എന്താണ് പുരുഷാധിപത്യം എന്ന് പറഞ്ഞാൽ? പുരുഷന്മാർക്ക് അധികാരവും ആധിപത്യവുമുള്ള സാമൂഹിക വ്യവസ്ഥ. ഇത് സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനും വിവേചനം കാണിക്കുന്നതിനും കാരണമാകുന്നു. ഇനി സ്ത്രീവാദം അഥവാ ഫെമിനിസം. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും തുല്യതയ്ക്കും വേണ്ടി വാദിക്കുന്ന സാമൂഹിക പ്രസ്ഥാനം. ഇത് ലിംഗവിവേചനത്തിനെതിരെ പോരാടുന്നുണ്ട്. ലിംഗപരമായ തുല്യത, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ അവകാശങ്ങളും അവസരങ്ങളും ലഭിക്കുന്ന അവസ്ഥ. ലിംഗപരമായ നീതി, ലിംഗപരമായ അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനായി പ്രത്യേക നടപടികൾ സ്വീകരിക്കുന്ന അവസ്ഥ. ലിംഗപരമായ അസമത്വം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ അവകാശങ്ങളും അവസരങ്ങളും ലഭിക്കാത്ത അവസ്ഥ. ലിംഗപരമായ അതിക്രമം എന്ന് പറഞ്ഞാൽ ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അതിക്രമങ്ങൾ. ഇത് ശാരീരികം, മാനസികം, ലൈംഗികം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ലിംഗപരമായ സ്റ്റീരിയോടൈപ്പുകൾ, പുരുഷന്മാരെയും സ്ത്രീകളെയും കുറിച്ചുള്ള പൊതുവായതും ലളിതവുമായ ധാരണകൾ. ഇത് വിവേചനത്തിനും അസമത്വത്തിനും കാരണമാകുന്നുണ്ട്. ഇന്റർസെക്ഷനാലിറ്റി, ലിംഗഭേദം, ജാതി, മതം, വർഗം തുടങ്ങിയ വിവിധ സാമൂഹിക ഘടകങ്ങൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അതെങ്ങനെ വിവേചനത്തിന് കാരണമാകുന്നെന്നും പരിശോധിക്കുന്ന ആശയമാണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി ഇവാലുവേറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഉമാ ചക്രവർത്തി, എക്സ്പോസ് ദ ഒറിജിൻ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി.
ഉമാ ചക്രവർത്തിയുടെ രചനകൾ ഇന്ത്യൻ സമൂഹത്തിലെ ബ്രാഹ്മണിക്കൽ പുരുഷാധിപത്യത്തിൻ്റെ ഉത്ഭവത്തെയും അതിൻ്റെ പ്രവർത്തന രീതികളെയും വെളിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അവരുടെ പഠനങ്ങൾ ചരിത്രപരമായ വസ്തുതകളെ വിമർശനാത്മകമായി വിശകലനം ചെയ്യുകയും സ്ത്രീകളുടെ അടിച്ചമർത്തലിൻ്റെ വേരുകൾ തേടുകയും ചെയ്യുന്നുണ്ട്. റീറൈറ്റിംഗ് ഹിസ്റ്ററി ദ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് പണ്ഡിറ്റ് രമാബായി എന്ന പുസ്തകത്തിൽ അവർ പണ്ഡിറ്റ് രമാബായിയുടെ ജീവിതത്തിലൂടെ ബ്രാഹ്മണിക്കൽ പുരുഷാധിപത്യത്തിൻ്റെ വിവിധ വശങ്ങൾ പറയുന്നുണ്ട്. രമാബായിയുടെ ജീവിതം ഉയർന്ന ജാതിയിലുള്ള സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെയും സാമൂഹികമായ അടിച്ചമർത്തലുകളെയും വ്യക്തമാക്കുന്നുണ്ട്. ജെൻഡറിംഗ് ഹിസ്റ്ററി എസ്സേസ് ഓൺ വുമൺ ക്ലാസ് ആൻഡ് ജെൻഡർ എന്ന പുസ്തകത്തിൽ ഉമാ ചക്രവർത്തി ബ്രാഹ്മണിക്കൽ പുരുഷാധിപത്യം എങ്ങനെ സാമൂഹിക സ്ഥാപനങ്ങളിലൂടെയും പാരമ്പര്യങ്ങളിലൂടെയും നിലനിൽക്കുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട്. ജാതി വ്യവസ്ഥ, കുടുംബഘടന, മതപരമായ ആചാരങ്ങൾ എന്നിവ സ്ത്രീകളെ എങ്ങനെ അടിച്ചമർത്തുന്നു എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഉമാ ചക്രവർത്തിയുടെ പഠനങ്ങൾ പുരുഷാധിപത്യം എന്ന ഏകശിലാപരമായ പ്രതിഭാസമല്ലെന്നും അത് വിവിധ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പറയുന്നുണ്ട്. ജാതി, വർഗം, മതം എന്നിവ സ്ത്രീകളുടെ അനുഭവങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് അത് വിശദീകരിക്കുന്നുണ്ട്. അവരുടെ പഠനങ്ങൾ ചരിത്രപരമായ വസ്തുക്കളെ വിമർശനാത്മകമായി പരിശോധിക്കുകയും സ്ത്രീകളുടെ വീക്ഷണകോണിൽ നിന്ന് ചരിത്രത്തെ പുനർനിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. ഉമാ ചക്രവർത്തിയുടെ സംഭാവനകൾ ഇന്ത്യൻ സ്ത്രീവാദ പഠനങ്ങളിൽ ഒരു വഴിത്തിരിവാണ്. അവരുടെ പഠനങ്ങൾ സ്ത്രീകളുടെ അടിച്ചമർത്തലിൻ്റെ വേരുകൾ മനസ്സിലാക്കുന്നതിനും ലിംഗപരമായ നീതിക്കായിട്ട് പോരാടുന്നതിനും പ്രചോദനം നൽകുന്നതാണ്. റൈറ്റ് ആൻ എസ്സേ ഓൺ ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. ഗാർഹിക പീഡനത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന 2005 നിയമം ഇന്ത്യൻ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു നിയമമാണ്. ഗാർഹിക പീഡനം തടയുന്നതിനും ഇരകൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നുണ്ട്. ഈ നിയമപ്രകാരം ഗാർഹിക പീഡനത്തെ ശാരീരികം, മാനസികം, ലൈംഗികം, സാമ്പത്തികം എന്നിങ്ങനെ വിവിധ തരത്തിൽ നിർവചിക്കുന്നുണ്ട്. ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നതിന് ഈ നിയമം വിവിധ സംവിധാനങ്ങൾ നൽകുന്നുണ്ട്. സംരക്ഷണ ഉത്തരവുകൾ, താമസ സൗകര്യം, സാമ്പത്തിക സഹായം ഇതെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഈ നിയമം സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഗാർഹിക പീഡനത്തിനെതിരെ പ്രതികരിക്കാൻ സ്ത്രീകൾക്ക് ധൈര്യം നൽകുന്നതിനും നിയമപരമായ സഹായം നൽകുന്നതിനും ഈ നിയമം സഹായിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ നിയമം നടപ്പിലാക്കുന്നതിൽ ചില വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിയമത്തെക്കുറിച്ചുള്ള അവബോധക്കുറവ്, നിയമപരമായ നടപടിക്രമങ്ങളിലെ കാലതാമസം, സാമൂഹികമായ എതിർപ്പുകൾ ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഗാർഹിക പീഡനം തടയുന്നതിനും ഇരകൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ നിയമം കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കേണ്ടതുണ്ട്. നിയമത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും നിയമപരമായ സഹായം എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനും സർക്കാർ കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സാമൂഹികമായ എതിർപ്പുകൾ മറികടക്കുന്നതിനും സ്ത്രീകൾക്ക് പിന്തുണ നൽകുന്നതിനും സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള 2005 നിയമം ഇന്ത്യൻ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായകമായ ഒരു നിയമമാണ്. ഈ നിയമം കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിലൂടെ ഗാർഹിക പീഡനം തടയുന്നതിനും ഇരകൾക്ക് സംരക്ഷണം നൽകുന്നതിനും സാധിക്കും. എക്സാമിൻ ദ വേരിയസ് ഇസ്ലാമിക് ലോസ് ടു വുമൺ ഇൻ ദ മിഡീവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങളെയും സാമൂഹിക സ്ഥാനത്തെയും നിർവചിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഈ നിയമങ്ങൾ ഖുർആൻ, ഹദീസ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, സ്വത്തവകാശം എന്നിവയിലെ സ്ത്രീകൾക്ക് ചില അവകാശങ്ങൾ ഇസ്ലാമിക നിയമങ്ങൾ നൽകുന്നുണ്ട്. വിവാഹ സമയത്ത് മഹർ ചോദിച്ചു വാങ്ങാനുള്ള അവകാശം സ്ത്രീകൾക്കുണ്ട്. വിവാഹമോചനം ചെയ്യാനുള്ള അവകാശവും സ്ത്രീകൾക്ക് നൽകുന്നുണ്ട്. പിന്തുടർച്ചാവകാശത്തിലും സ്വത്തവകാശത്തിലും സ്ത്രീകൾക്ക് ഓഹരികൾ നൽകുന്നുണ്ട്. എന്നിരുന്നാലും ഈ അവകാശങ്ങൾ പലപ്പോഴും പുരുഷന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ്. പുരുഷാധിപത്യപരമായ സാമൂഹിക ഘടനയിൽ സ്ത്രീകൾക്ക് പലപ്പോഴും പരിമിതമായ അധികാരങ്ങളും സ്വാതന്ത്ര്യങ്ങളുമാണ് ലഭിച്ചിരുന്നത്. പുരുഷന്മാരുടെ സംരക്ഷണയിൽ ജീവിക്കേണ്ടവളാണ് സ്ത്രീ എന്ന ചിന്താഗതി നിലനിന്നിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ, പൊതുജീവിതം എന്നിവയിൽ സ്ത്രീകൾക്ക് പലപ്പോഴും നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. സ്ത്രീകൾ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവരാണെന്നും പുരുഷന്മാരുടെ സംരക്ഷണയിൽ ജീവിക്കേണ്ടവരാണെന്നുമുള്ള ധാരണ നിലനിന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ചില സാമൂഹികപരമായ നിയന്ത്രണങ്ങളെ മറികടന്ന് തങ്ങളുടെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. ഖദീജ, ആയിഷ തുടങ്ങിയ സ്ത്രീകൾ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മധ്യകാലഘട്ടത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങളെയും സാമൂഹിക സ്ഥാനത്തെയും നിർവചിക്കുന്നതിൽ സമ്മിശ്രമായ ഒരു ചിത്രമാണ് നൽകുന്നത്. സ്ത്രീകൾക്ക് ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും പുരുഷാധിപത്യപരമായ സാമൂഹിക ഘടനയിൽ അവർക്ക് പരിമിതമായ അധികാരങ്ങളും സ്വാതന്ത്ര്യങ്ങളുമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്ഷൻ. ലിംഗഭേദം ഒരു സാമൂഹിക നിർമ്മിതി എന്ന ആശയം ലിംഗപഠനത്തിലൊരു പ്രധാന സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തം അനുസരിച്ച് പുരുഷൻ, സ്ത്രീ എന്നീ ആശയങ്ങൾ ജൈവികമായ ലൈംഗികതയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടവയല്ല, മറിച്ച് സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. ജൈവികമായ ലൈംഗികത എന്നത് പുരുഷൻ, സ്ത്രീ എന്നീ ശാരീരിക വ്യത്യാസങ്ങളെ സൂചിപ്പിക്കുന്നു. എന്നാൽ ലിംഗഭേദം എന്നത് ഓരോ സമൂഹവും പുരുഷൻ, സ്ത്രീ എന്നിവയ്ക്ക് കൽപ്പിക്കുന്ന സാമൂഹികമായ റോളുകളും പ്രതീക്ഷകളുമാണ് സൂചിപ്പിക്കുന്നത്. വസ്ത്രധാരണം, തൊഴിൽ, പെരുമാറ്റം,
സ്വാതന്ത്ര്യം, സാമൂഹിക പങ്ക് എന്നിവ ലിംഗഭേദത്തിൻ്റെ ഭാഗമാണ്. ഓരോ സമൂഹത്തിലും ലിംഗഭേദത്തെക്കുറിച്ചുള്ള ധാരണകൾ വ്യത്യസ്തമാണ്. ചില സമൂഹങ്ങളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതൽ അധികാരങ്ങളും സ്വാതന്ത്ര്യങ്ങളുമുണ്ട്. ചില സമൂഹങ്ങളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് കുറഞ്ഞ അധികാരവും സ്വാതന്ത്ര്യവുമാണ് ലഭിക്കുന്നത്. ഈ വ്യത്യാസങ്ങളെ ലിംഗഭേദം എന്ന സാമൂഹിക നിർമ്മിതിയാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ലിംഗപരമായ സ്റ്റീരിയോടൈപ്പുകൾ ലിംഗഭേദം ഒരു സാമൂഹിക നിർമ്മിതിയാണ് എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ്. പുരുഷന്മാർ ശക്തരും യുക്തിസഹജരും ആയിരിക്കണമെന്നും സ്ത്രീകൾ മൃദുലരും വൈകാരികരും ആയിരിക്കണമെന്നുമുള്ള ധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സ്റ്റീരിയോടൈപ്പുകൾ ലിംഗപരമായ അസമത്വങ്ങൾക്ക് കാരണമാകുന്നു. ലിംഗപരമായ സ്റ്റീരിയോടൈപ്പുകൾ മാറ്റുന്നതിലൂടെ ലിംഗപരമായ തുല്യത കൈവരിക്കാൻ സാധിക്കും. ലിംഗഭേദം ഒരു സാമൂഹിക നിർമ്മിതിയാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ലിംഗപരമായ അസമത്വങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ സാധിക്കും. ലിംഗപരമായ തുല്യതയും നീതിയും ഉറപ്പാക്കുന്നതിലൂടെ ഒരു സമത്വപൂർണ്ണമായ സമൂഹം കെട്ടിപ്പടുക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ലിംഗഭേദം ഒരു സാമൂഹിക നിർമ്മിതിയാണ്. ജൈവികമായ ലൈംഗികതയിൽ നിന്നും വ്യത്യസ്തമായി ലിംഗഭേദം എന്നത് ഓരോ സമൂഹവും പുരുഷൻ, സ്ത്രീ എന്നിവർക്ക് കൽപ്പിക്കുന്ന സാമൂഹികമായ റോളുകളും പ്രതീക്ഷകളുമാണ്. ലിംഗപരമായ സ്റ്റീരിയോടൈപ്പുകൾ മാറ്റുന്നതിലൂടെ ലിംഗപരമായ തുല്യത കൈവരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഡിസ്കസ് ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ഇൻ പൊളിറ്റിക്സ് ഡ്യൂറിംഗ് ദ പ്രസന്റ് ടൈം. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം വർദ്ധിച്ചു വരികയാണ്. കൂടുതൽ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ സജീവമാവുകയും നേതൃത്വപരമായ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് ജനാധിപത്യത്തിൻ്റെ ഗുണകരമായ വശമാണ്. സ്ത്രീകൾക്ക് സമൂഹത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ സജീവമാകുമ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ വർധനവ്, സ്ത്രീ അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം, സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതികൾ ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പുരുഷാധിപത്യപരമായ സാമൂഹിക ഘടന, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ ഇവയെല്ലാം ഇതിൽ പെടുന്നതാണ്. സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ പലപ്പോഴും സാമൂഹികമായ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നിരുന്നാലും സ്ത്രീകൾ ഈ വെല്ലുവിളികളെ അതിജീവിച്ച് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു. കൂടുതൽ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ നേതൃത്വപരമായ സ്ഥാനങ്ങൾ വഹിക്കുന്നു. സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ സജീവമാകുമ്പോൾ സമൂഹത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ സാമ്പത്തിക സഹായം നൽകേണ്ടതുണ്ട്. സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാകേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം വർദ്ധിച്ചു വരികയാണ്. സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് ജനാധിപത്യത്തിന് ഗുണകരമാണ്. സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. Examine the woman involvement in technology and tool making in the pre-proto-historic period. പ്രീ-പ്രോട്ടോ ചരിത്ര കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യയിലും ഉപകരണ നിർമ്മാണത്തിലും സ്ത്രീകളുടെ പങ്കാളിത്തം പലപ്പോഴും അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പുരാവസ്തു ഗവേഷണങ്ങൾ ഈ മേഖലയിൽ സ്ത്രീകളുടെ നിർണായകമായ പങ്കാളിത്തം വെളിപ്പെടുത്തുന്നുണ്ട്. വേട്ടയാടൽ, ശേഖരണം, കൃഷി എന്നിവയിൽ സ്ത്രീകൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ സസ്യങ്ങൾ ശേഖരിക്കുന്നതിലും ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കുന്നതിനും ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. സ്ത്രീകൾ കുട്ടികളെ പരിപാലിക്കുന്നതിനും വീട്ടുജോലികൾ ചെയ്യുന്നതിനും ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. കല്ലുകൾ, എല്ലുകൾ, മരം എന്നിവ ഉപയോഗിച്ച് സ്ത്രീകൾ ഉപകരണങ്ങൾ നിർമ്മിച്ചു. സ്ത്രീകൾ തുണിത്തരങ്ങൾ നെയ്യുന്നതിനും പാത്രങ്ങൾ നിർമ്മിക്കുന്നതിനും ഉപകരണങ്ങൾ ഉപയോഗിച്ചു. സ്ത്രീകൾ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നതിനും തുണിത്തരങ്ങൾ നെയ്യുന്നതിനും പ്രത്യേക സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു. പുരാതന ഗവേഷണങ്ങളിൽ സ്ത്രീകളുടെ ശവകുടീരങ്ങളിൽ നിന്ന് ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സ്ത്രീകൾ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ചില ശവകുടീരങ്ങളിൽ നിന്ന് സ്ത്രീകൾ നിർമ്മിച്ച ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സ്ത്രീകൾ ഉപകരണ നിർമ്മാണത്തിൽ പങ്കാളികളായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. സ്ത്രീകൾ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നത് അവരുടെ സാമൂഹിക പദവിയെ സൂചിപ്പിക്കുന്നു. ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നു. സ്ത്രീകൾ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നത് അവരുടെ സാമ്പത്തിക ശേഷിയെ സൂചിപ്പിക്കുന്നു. ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പ്രീ-പ്രോട്ടോ ചരിത്ര കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യയിലും ഉപകരണ നിർമ്മാണത്തിലും സ്ത്രീകൾ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഉപകരണം ഉപയോഗിച്ചിരുന്നത് അവരുടെ സാമൂഹിക പദവിയെയും സാമ്പത്തിക ശേഷിയെയും സൂചിപ്പിക്കുന്നു. സ്ത്രീകളുടെ ഈ പങ്കാളിത്തം ചരിത്രപരമായ പഠനങ്ങളിൽ പലപ്പോഴും അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ പ്രീ-പ്രോട്ടോ ചരിത്ര കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യയിലും ഉപകരണ നിർമ്മാണത്തിലും സ്ത്രീകൾ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത്രയാണ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.